നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ആകട്ടെ പുതിയൊരു തന്ത്രം മെനയാനായി തുടങ്ങുന്നു. അതായത് ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് അടച്ചുപൂട്ടാൻ കഴിയുന്നത്. ലോക വ്യാപാരത്തെ വീണ്ടും പിടിച്ചുകുലുക്കാൻ കഴിയുന്ന രീതിയിൽ സൂയിസ് കനാലിനെ പോലും ബാധിക്കുന്ന തരത്തിൽ മാൻഡേബ് കടലിടുക്കിൽ ഒരു ഇടപെടലുമായി ഇറാൻ കടന്നുകയറിയാൽ അമേരിക്കയുടെ നട്ടല്ലൊടിഞ്ഞ് താഴെ വീഴുമെന്നുള്ളതാണ് പുതിയ വെല്ലുവിളി. അടുത്ത യുദ്ധമുന്നണിയും ആരംഭിച്ചിരിക്കുന്നു. ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ യുദ്ധഭീഷണി. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനുമേൽ സൈനിക സമ്മർദ്ദം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഉപരോധിക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. അപ്രതീക്ഷിതമായ യുദ്ധമുന്നണികൾ തുറക്കുമെന്നും ഇറാൻ പറയുന്നു. ഇത് അമേരിക്കയെ മാത്രമല്ല നേരിട്ട് ബാധിക്കുന്നത്, സ്വാഭാവികമായും ലോക വിപണിയെ തന്നെ പിടിച്ചുകുലുക്കും. സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു കരുത്തുറ്റ ആയുധമായി തന്നെയാണ് രണ്ടാം കടലിടുക്കിനെ ഇറാൻ നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന ഭീഷണി മുഴക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ നീക്കങ്ങളെ വകവയ്ക്കാതെ ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇറാൻ സൈനിക വൃത്തങ്ങൾ തസ്നീം വാർത്താ ഏജൻസിയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ അനാവശ്യമായ ഇടപെടൽ ഇനി നടത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് പുതിയ യുദ്ധമുന്നണികൾ തുറക്കാൻ, പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് ഇറാനിയൻ വക്താവ് പറയുന്നത്. പേർഷ്യൻ ഗൾഫിലോ ഒമാൻ കടലിലോ ഇറാന്റെ ദ്വീപുകളിലോ സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞാൽ അത് ശത്രുക്കളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴുള്ളതല്ല, അതിൻ്റെ ഇരട്ടി നഷ്ടമുണ്ടാകുന്ന രീതിയിൽ തിരിച്ചടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്ക് സ്വാധീനമുള്ള യമന് തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാന് ഇത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമെന്നുള്ള രീതിയിലാണ് നിലവിൽ വിവരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലുമായും സൂയിസ് കനാലുമായും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ് ബാബ് അൽ മന്ദബ് അഥവാ മാൻഡേബ് കടലിടുക്ക്. അറബിയിൽ മന്ദബ് എന്ന് പറഞ്ഞാൽ, ബാബ് അൽ മന്ദബ് എന്ന് പറയുമ്പോൾ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാണ്, അതായത് കണ്ണീരിൻ്റെ കവാടം എന്നാണ്. ഏറെ അപകടം പിടിച്ച ഒരു നാവിക പാത, അതുകൊണ്ടുകൂടി തന്നെയാണ് ഇതിനെ അങ്ങനെ ഒരു പേരിൽ വിളിക്കുന്നത് പോലും. ഈ പാതയെ തന്നെയാണ് ഇറാൻ അടയ്ക്കുമെന്നും അവിടെ ഒരു യുദ്ധമുന്നണി തുറക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നത്. ആഗോള സമുദ്രപാതയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖല കൂടിയാണ് ഈ കടലിടുക്ക്. ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, സൂയിസ് കനാൽ കടന്നു വരുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ കപ്പലുകൾക്ക് വലിയ മാർഗ തടസ്സമുണ്ടാകും. ആഗോളതലത്തിൽ തന്നെ സമുദ്രമാർഗമുള്ള ചരക്ക് കയറ്റുമതി, പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണ, ഇന്ധനം എന്നിവയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നുകൂടിയാണിത്. മൊത്തം കടൽ മാർഗം വ്യാപാരം ചെയ്യുന്ന എണ്ണയുടെ 12%, LNG വ്യാപാരത്തിൻ്റെ 8% ബാബ് അൽ മന്ദബ് വഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നിരവധി രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. ശത്രുക്കൾ ഇറാൻ ദ്വീപുകളിലോ മറ്റേതെങ്കിലും പ്രദേശത്തോ കരമാർഗം നടപടിയെടുക്കാനോ ഗൾഫിലും ഒമാൻ കടലിലും നാവിക നീക്കങ്ങളിലൂടെ ഇറാൻ ആഘാതമുണ്ടാക്കാനോ മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിയായി ഞങ്ങൾ മറ്റു വഴികൾ തുറക്കുമെന്നാണ് ഭീഷണി. അത് അവരുടെ നടപടികളൊക്കെ പ്രയോജനരഹിതമാക്കി മാറ്റുമെന്ന് മാത്രമല്ല, അവർക്ക് ഇരട്ടി നഷ്ടമുണ്ടാക്കുമെന്നാണ് IRGCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തസ്നീം ന്യൂസ് ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും സൂയിസ് കനാൽ വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് ഈ കടലിൽ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്നത് ഭീമൻ പ്രതിസന്ധിയായിരിക്കും. അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരുന്ന കപ്പലുകൾക്ക് സൂയിസ് കനാൽ കടക്കണമെങ്കിൽ ബാബ് അൽ മന്ദബിനെ ആശ്രയിച്ചേ തീരൂ. ലോക വ്യാപാരത്തിൻ്റെ ഏകദേശം 10% മുതൽ 12% വരെ ഈ ചെറിയൊരു കടലിടുക്കിൽ നടക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തിക്കുന്ന പ്രധാന പാത. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെ കടന്നു പോകുന്നു. ഈ പാത തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയെ പോലും പിടിച്ചുകുലുക്കാനും എണ്ണവില റോക്കറ്റ് പോലെ വീണ്ടും കുതിച്ചുയരാനും കാരണമാകും. ഈ മേഖലയിൽ ശക്തമായ ഭീഷണി ഉയർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. യമനിലെ ഹൂതി വിമതരെ ഉപയോഗിച്ചുകൊണ്ട് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ച് ഇറാൻ മുന്നോട്ട് പോകുമെന്നാണ് ഭീഷണി. നേരത്തെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധ സമയത്ത് ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ വെറും സാമ്പിൾ ഡോസാണ്, യഥാർത്ഥ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഭീഷണി. ഹോർമുസിന് പുറമെ ഈ കടലിടുക്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ വീണ്ടും ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി പ്രതിസന്ധിയാവും.
ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം ഇപ്പോൾ ഇറാൻ തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടി ഇതുകൂടി അടച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഭീകരമായിരിക്കും. ഇത് ആഗോള ഊർജ്ജ വിപണിയെയും വിലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾക്ക് വേണ്ടി കടലിടുക്ക് ഇറാൻ തുറന്നിട്ടുമുണ്ട്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾ, ഡ്രോണുകൾ, മൈനുകൾ എന്നിവ കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം സങ്കീർണമാക്കുന്നുവെന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്നിരുന്നാൽ പോലും 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.